അവരുടെ ബൈലോയിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് എല്ലാ കളരിയെയും ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിപ്പിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ ബൈലോയിൽ പറയുന്നതെല്ലാം തെറ്റായിട്ട് ഞാൻ മറ്റേ ഇവിടെ മത്സരവേദിയിൽ കയറി ചെന്ന് കഴിഞ്ഞപ്പം ബൈലോ എന്ന് പറഞ്ഞപ്പോൾ ബൈലോ എന്ന് വെച്ചാൽ എന്തോ ബൈലോ അയാൾക്കൊന്നും അറിയത്തില്ല. പാവോ അയാളെന്തോ ഡമ്മീനെ പോലെ വെച്ചിരിക്കുക. എന്തുണ്ടെങ്കിലും നിങ്ങൾ ബാബുരാജ് ഗുരുക്കളെ ഇവൻ ഗുരുക്കളല്ല, ഇവൻ സ്വയം പ്രഖ്യാപിത ഗുരുക്കളാണ്. പിന്നെ ഒരു കുവൈറ്റിൽ ഒരു പെൺകുട്ടി കരഞ്ഞോണ്ട് അതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ കേരളോത്സവത്തിൽ ഭാമ എന്ന് പറഞ്ഞു. അപ്പൊ ചേർത്തലക്കാരിയാണ്. ഇവിടുന്ന് നാട് കടത്തി വിടേണ്ടി വന്നു. ഇപ്പൊ അവിടെ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യണം. നമ്മുടെ നാട്ടിലല്ലേ ജോലി ചെയ്യേണ്ടത്. ആ കൊച്ചു ഗവൺമെന്റ് ദിവസത്തിലെല്ലാം പോകേണ്ടതല്ലേ. നല്ല കാലിബർ ഉള്ള കുട്ടിയാ. അത് നിവർത്തികേട് കൊണ്ട് പ്രതികരിച്ചാണ് പറഞ്ഞത്. സഹിക്കാൻ പറ്റാനിട്ട് അത് ഈ ബൈജു എന്ന് മറ്റേ നമ്മുടെ ആരതി എന്ന് പറഞ്ഞ നമ്മുടെ വൈച്ചോന്റെ മോള് ഇതിന്റെ ഒരു വീഡിയോ ചെയ്ത സമയത്താണ് ഈ കൊച്ചിത് കണ്ടിട്ട് ഇത് വീഡിയോ ചെയ്തു. ആരതിക്കാണോ കൈക്ക് എന്തോ പറ്റി വേദന സഹിച്ചു? അതെ, ആ കൊച്ചിന് സർവൈക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൈക്ക് പെരുപ്പ് വരും. അപ്പൊ ഇത് കൂടുതൽ മൂവ്മെന്റ് ചെയ്യുമ്പോൾ വേദന തരിപ്പ് പോലെ വന്ന് കഴപ്പ് പോലെ ഇങ്ങനെ വേദന വരും. അപ്പോൾ ആ സമയത്ത് ബാമ് പുരട്ടിയിട്ടാണ് ഈ കൊച്ച് ചെയ്തത്. പക്ഷെ പെർഫോമൻസിൽ അതിലൊന്നും ബാധകമല്ല കേട്ടോ. അതേപോലെ ചെയ്ത എന്നിട്ട് അത്രയും ഇപ്പം നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമുക്ക് ഹാജർ ചെയ്യാം. നമ്മളെന്തായാലും കോർട്ടുമായിട്ട് മൂവ് ചെയ്യുമ്പോൾ ഇവൻ ഇതിനെല്ലാത്തിനും മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ. പിന്നെ ഇവൻ ആരാ ഒരു കൊച്ചിൻ്റെ അല്ലെങ്കിൽ ഒരു ഭാവി നശിപ്പിക്കുന്നത്? ഇവന് കൊടുക്കാൻ പറ്റും ഒരു സമയം. ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു കാര്യം, പണമോ സമ്പത്തോ എന്ത് പോയാലും എല്ലാം തിരിച്ചു വരും. ആൾക്കാർ പോലും നമ്മളോട് തിരിച്ചു വരും. പല ആൾക്ക് ഒന്ന് പോയാൽ മറ്റൊരാൾ കയറി വരും. പക്ഷെ സമയം ഇവന് തിരിച്ചു കൊടുക്കാൻ പറ്റും? ഒരിക്കലും കിട്ടില്ല. ഒരു നിമിഷം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം തിരിച്ചു വേണ്ട അത് തിരിച്ചെടുക്കണമെന്ന് നടക്കുമോ? ഇല്ല, പറ്റില്ല. ഇവനും മക്കളുള്ളതല്ലേ. അതെ.